നെസീസ് ആർക്കൈവ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഈ കണ്ണച്ച പത്തിരിയുടെയും അതേപോലെ തന്നെ അതിന് മാച്ചായിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെയും റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കും കൂടി പറയാൻ മറക്കല്ലേ. ആദ്യം തന്നെ ഞാൻ ഈ ചിക്കൻ കറിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഇതാ എല്ലോട് കൂടിയിട്ടുള്ള ഒരു 1/2 കിലോ ചിക്കന് കഴുകി വൃത്തിയാക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ചിക്കൻ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങയുടെ നീര് കൂടി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് കൈ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കറി വെക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ കറിയാണ് കേട്ടോ ഉണ്ടാക്കി വെക്കുന്നത്. എന്നതിന് ശേഷമാണ് കണ്ണച്ച പത്തിരി ഉണ്ടാക്കുന്നത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഡസ് വാലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു പാനാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നത്. അതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവരുടെ പാത്രങ്ങളൊക്കെ തന്നെ. ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ അത് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ഇടത്തരം വലുപ്പത്തിലുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. സാധാരണ നമ്മൾ അങ്ങനെ തന്നെ ഒന്ന് വഴറ്റില്ലല്ലോ, കുക്കറിലൊക്കെ വെക്കുന്ന സമയത്ത് നല്ലോണം വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാൻ കുക്കറിലല്ല വെക്കുന്നത്, ഈ പാനിൽ തന്നെയാണ് ഫുള്ള് പണിയും എടുക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 2 വലിയ തക്കാളി ചെറുതാക്കി മുറിച്ചതും ഒരു 3 പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്നതെങ്കിൽ അത് നന്നായിട്ട് തന്നെ ഉള്ളി അതിൽ കിടന്നിട്ട് സോഫ്റ്റായി വന്നോളല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ഇങ്ങനെ പാനിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ശരിക്കും നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ. ഒരുപാട് തരത്തിൽ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കലുണ്ട്. എന്നാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടോ. ഒരുപാട് മെനക്കെടൊന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിനും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇതാ ഈ തക്കാളി ഉള്ളിയൊക്കെ നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കുന്നത് കുറച്ച് ചിക്കൻ മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. വലിയ ജീരകം പൊടിച്ചതുണ്ട്. പിന്നെ അതേപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഇത്തിരി കൂടുതലായി പോയോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ അത്ര തന്നെ വേണ്ട കേട്ടോ. നിങ്ങൾക്ക് എത്രയാണ് ആവശ്യമെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ കാശ്മീരി മുളക് പൊടി. അപ്പോൾ അതിൻ്റെ എരിവും എരിവും കൂടി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് അരമണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് കൂടി ചേർത്ത് കൊടുക്കണം. കറക്റ്റ് ഒരു അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അരമണിക്കൂറിന് സമയമില്ല വെച്ചാൽ ഒരു 1/4 മണിക്കൂർ ആയാലും മതി. കുറച്ച് സമയം എന്തായാലും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കനിലും ബീഫിലൊക്കെ ഇട്ട ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ ചിക്കൻ കറിയിൽ ഇടയ്ക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാത്രമല്ല ഈ ചിക്കൻ കറി ഒന്ന് വെള്ളം പോലെ ആക്കിയാണെങ്കിൽ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ച് ചേർത്താൽ ഒന്ന് തിക്കായി വരികയും ചെയ്യും. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഈ ചൂടുവെള്ളം ഒഴിച്ചാൽ തന്നെയാണ്. ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും ഇതിലത്തെ വെള്ളമൊക്കെ എത്ര ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറഞ്ഞ് വറ്റി വരും. അപ്പോൾ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കറി വേണമെങ്കിൽ കുറച്ചുകൂടി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ കറി കേട്ടോ. ഈ കണ്ണച്ചത്തിരിയിലേക്ക് മാത്രമല്ല കേട്ടോ, പത്തിരിയിലേക്കും പിന്നെ അതേപോലെ നെയ്ച്ചോറിലേക്കൊക്കെ നല്ല മാച്ചാണ്. ഒരു 1/4 മണിക്കൂർ ആയപ്പോഴേക്കും ഈ ചിക്കനൊക്കെ നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഒന്നും ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഭാഗത്തേക്ക് ഇടുമ്പോൾ അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ അതിലങ്ങനെ കിടന്നോളും. ഇനി ഇതാ ചിക്കൻ കറി അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാനായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ ഒരു മുറി തേങ്ങൻ്റെ കട്ടിയുള്ള ഒരു 1/4 പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നല്ലോണം ഒന്നും തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തീ ഓഫ് ചെയ്യണം. എന്നതിന് ശേഷം നമ്മളിതാ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കുന്നത്. ഇനി ഈ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിനയിലും കൂടി ഒന്ന് വറവിട്ടിട്ട് ഒഴിച്ച് കൊടുക്കും കൂടി വേണം കേട്ടോ. അപ്പോഴേക്കുമാണ് ഈ കറീൻ്റെ ടേസ്റ്റ് ഒന്ന് ഇരട്ടിയാവുക. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ചിക്കൻ കറി തന്നെയാണ് കേട്ടോ ഇത്.
ഈ ചിക്കൻ കറി ഞാനൊരു 3-4 വട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അധികവും ഞാൻ ഗസ്റ്റ് ആരെങ്കിലും വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഉണ്ടാക്കൽ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് കുക്കറിലൊക്കെ എല്ലാം കൂടി ഒന്ന് കുഴച്ച് വെച്ച് അങ്ങനെ കാണൽ ഉണ്ടാക്കി എടുക്കുക. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ ഞാനിത് ഷെയർ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്യുന്നത്. ഇനി അടുത്തത് നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ ഈ കണ്ണച്ചത്തിരി. അതിനായിട്ട് ഞാൻ കുറച്ച് ആട്ടപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് മൈദപ്പൊടി. ഇത് ആട്ടപ്പൊടി മാത്രം വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു രീതിക്ക് കാണിച്ചു തന്നാണ്. ഞാൻ മൈദപ്പൊടി ചേർക്കാറില്ല കേട്ടോ. മുമ്പ് വെച്ചാൽ കുറേ മുമ്പൊക്കെ മൈദയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇനി ഉണ്ടാക്കല്. അപ്പോൾ അതേ ഒരു രൂപത്തിലാണ് കാണിക്കുന്നത്. ഒരു നിർബന്ധവും ഇല്ല കേട്ടോ മൈദ ചേർക്കണമെന്ന്. ഇനി ആ പൊടിയിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഈ RKG ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ആ കുഴച്ച മാവ് ഓരോ ഉരുളകളാക്കിയിട്ട് മാറ്റി വെക്കണം. ഇനി അതിൽ നിന്ന് ഓരോ ഉരുള എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നേർമയായിട്ട് പരത്തിയെടുക്കുകയാണ്. ഈ കണ്ണച്ചത്തിനും ചിക്കൻ കറിയും നമ്മൾ ഈ പിയാപ്പളമാരൊക്കെ വരുമല്ലോ വീട്ടിൽ, ആ സമയത്താണ് കേട്ടോ സ്പെഷ്യലായിട്ട് ഇത് അധികം ഉണ്ടാക്കൽ. ഇനി പരത്തിയ ആ ചപ്പാത്തിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കണം. ഓയിലോ നെയ്യോ എന്തായാലും മതി കേട്ടോ. അപ്പം ഞാനിവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് 2 സൈഡൊന്നും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കുമായിട്ട് മടക്കി വെക്കണം. ആ മടക്കിയതിൻ്റെ മേലെയും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അതേപോലെ തന്നെ ആ അറ്റത്തുനിന്ന് നടുവിലേക്കും അതേപോലെ തന്നെ ഇപ്പുറത്തെ അറ്റത്തുനിന്ന് നടുവിലേക്കും കൂടി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. സിമ്പിളാണ് കേട്ടോ ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ മടക്കിയല്ലോ. എന്നതിന് ശേഷം വീണ്ടും കുറച്ചും കൂടി ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ആ മൂലയെന്നുള്ളത് എടുത്തിട്ട് നടുവിലേക്ക് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡൊന്നും എടുത്തിട്ട് നടുവിലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ 4 ഭാഗത്തും ഒരു ഹോൾസ് പോലെ വന്നിട്ടില്ല, അതിനാണ് കണ്ണ് എന്ന് പറയുക കേട്ടോ. അതാണ് കണ്ണ്. അതുകൊണ്ടാണ് കണ്ണച്ചത്തിരി എന്ന് പറയുന്നത്. കണ്ണ് വെച്ച പത്തിരി എന്നും പറയാം കേട്ടോ. അപ്പോൾ പണ്ടേ അത് പറഞ്ഞു തങ്ങിയാണ് കണ്ണച്ചത്തിരി എന്ന് പറയുന്നത്. ഇതേപോലെ ഉണ്ടാവും. ഇനി ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ആ നടുഭാഗത്ത്, അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ പരത്തുന്ന സമയത്ത് പുറത്തേക്ക് പോന്നു. ഇനി അത് കമത്തി വെച്ചിട്ട് കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അധികം പ്രസ് ചെയ്യാതെ പരത്തി കൊടുക്കണം. ഇനി റൗണ്ടാക്കി പരത്തണ്ട കേട്ടോ. ഇതേപോലെ സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കേണ്ടത്. പിന്നെ ഈ കണ്ണച്ചത്തിനും ചിക്കൻ കറിയും നമ്മൾ കൊണ്ടുപോവുക. ഇനി ചിക്കൻ കറിയോ അല്ലെങ്കിൽ കോഴി നിറച്ചതൊക്കെ കൊണ്ടുപോവുക. വയറ്റിൽ ഉള്ള സ്ത്രീകളെ നമ്മൾ വയറ് കാണാൻ പോകൂലേ, ആ സമയത്ത് ഇങ്ങനെ ഇത് കൊണ്ടുപോകും കേട്ടോ. കോള് കൊണ്ടുപോകുക എന്നാണ് ഞങ്ങളെ നാട്ടിലേക്ക് പറയുക. അപ്പോൾ ഈ വയറ്റിലുള്ള സമയത്ത് മാത്രമല്ല, പിന്നെ ഈ റംസാൻ മാസം കണ്ടാൽ പിന്നെ ഈ 27-ാം നോമ്പിന്, പിന്നെ അതേപോലെ അങ്ങനെ നോമ്പ് തുറക്കാനൊക്കെ ഉള്ളതിലൊക്കെ ഇങ്ങനെ കോള് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ട് കോഴിക്കോട്ടുകാർക്ക്. അതിലൊക്കെ മെയിനായിട്ട് ഈ കണ്ണച്ചത്തിരി, ചിക്കൻ നിറച്ചത്, പിന്നെ അല്ലെങ്കിൽ ചിക്കൻ കറി അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊണ്ടുപോകൽ. ഈ കണ്ണച്ചത്തിരിയും ചിക്കൻ കറിയും കാലങ്ങളായിട്ട് ഞങ്ങൾ കോഴിക്കോട്ടുകാരുണ്ടാക്കുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ ഇത് ചുട്ടെടുക്കലില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അധികം ഇനി എളുപ്പത്തിന് ഇതിപ്പോൾ ഇങ്ങനെ പരത്തി കുറച്ച് 1-2 പ്രാവശ്യത്തിന് മെനക്കെടണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവരും വേറെ പല പലഹാരങ്ങളാണ് കേട്ടോ ഉണ്ടാക്കുക. ഞാൻ പോലും ഇത് വല്ലപ്പോഴേ ഉണ്ടാക്കലുള്ളൂ. ഇനി നമ്മൾ ഈ ചുട്ടെടുക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ അത് പൊങ്ങി വരും, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. ഈ പൊങ്ങി വന്നിട്ടില്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും. കണ്ണച്ചത്തിരിക്ക് നല്ല ടേസ്റ്റാണ്. ഉള്ളിലൊക്കെ നെയ്യോ ഓയിലൊക്കെ തേച്ചിട്ടാണല്ലോ നമ്മളത് പരത്തിയെടുക്കുന്നത്. പിന്നെ ഇത് ചുടുന്ന സമയത്ത് നമ്മൾ സാധാരണ ചപ്പാത്തി ചുടുന്ന പോലെ നെയ്യോ ഓയിലൊക്കെ ചേർത്തിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ചുട്ടെടുക്കും. പിന്നെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് നമ്മൾ പൂരിയൊക്കെ പൊരിക്കൂലേ, അതേപോലെ പൊരിച്ചെടുക്കും കേട്ടോ. രണ്ടായാലും കുഴപ്പമില്ല. പൂരി പൊരിക്കുന്ന പോലെ പൊരിക്കുന്ന സമയത്ത് ഒരുപാട് ഓയിൽ നമ്മളെ വയറ്റിലെത്തുമല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചപ്പാത്തി രൂപത്തിലാണ്, ചപ്പാത്തി ചുടുന്ന പോലെ അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ടാണ് കേട്ടോ ചുട്ടെടുക്കുന്നത്. ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ഓരോന്ന് പരത്തുന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ചുടൽ. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒന്നായിട്ട് പരത്തി വെച്ചിട്ട് ഓരോന്നായിട്ട് അങ്ങനെ ദോശക്കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ നൈസ് പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ പാന് നന്നായി ചൂടായതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട പാടന്നെ ഇട്ടൊരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ അത് ആദ്യം തന്നെ മറിച്ചിടണം. പിന്നത്തെ മറിച്ചിടൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ്. നമ്മൾ നമ്മൾ നൈസ് പത്തിരി അങ്ങനെയാണല്ലോ, ഫസ്റ്റിൽ പെട്ടെന്ന് മറിച്ചിടും, പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് മറിച്ചിടുക. അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ മറിച്ചിടലാണ് നമ്മൾ നെയ്യോ ഓയിലൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നല്ലോണം പൊങ്ങി വരും കേട്ടോ അത്.
ഇനി ഇതാ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. പിന്നെ വേറൊരു ടൈപ്പ് ഉണ്ടാക്കും കേട്ടോ. ഈ നമ്മളിങ്ങനെ ചുട്ടെടുക്കുമല്ലോ, ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ആ 4 ഭാഗവും നമ്മൾ കണ്ണെന്ന് പറയുന്നത് ഒത്തിരി ഒന്ന് വിടർന്ന് വരും. ആ സമയത്ത് നമ്മൾ കോഴിമുട്ടയിൽ പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. ആ ഒരു കണ്ണുള്ള ഭാഗത്തേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഇങ്ങനെ കറിയൊന്നും വേണ്ട. ഇതപ്പോൾ കണ്ടില്ല, ഒരു പൂ പോലെ 4 ഭാഗത്ത് ഇതളായിട്ട് ഇങ്ങനെ പൊങ്ങി വന്ന് അതിൻ്റെ ഉള്ളിലേക്കാണ് കോഴിമുട്ടൻ്റെ ആ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ സമയത്ത് തന്നെ അതൊന്നും ഉണ്ടാക്കി കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഇവിടെ ആർക്കും അങ്ങനെ വലിയൊരു താല്പര്യമില്ല അതിനോട്. അപ്പോൾ ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കുന്നതിനാണ് എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കാതെ നിന്നതാണ്. ഇങ്ങനെ നല്ലോണം പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ചിക്കൻ കറി ഇല്ലെങ്കിലും ഇത് മാത്രമായിട്ടും നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. ചായൻ്റെ കൂട്ടത്തിൽ ഈ കറി ഒരു കറിയും കൂട്ടാതെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ചിക്കൻ കറി തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. എന്ത് കറിയാണെങ്കിലും കുഴപ്പമില്ല. കോഴിക്കോട് സ്പെഷ്യൽ കണ്ണച്ചത്തിരിയും ചിക്കൻ കറി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചിക്കൻ കറി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ നമ്മുടെ കോഴിക്കോട്ടുകാരുടെ സ്പെഷ്യൽ കണ്ണച്ചത്തിരിയും ഈ ചിക്കൻ കറിയും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.